ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈൻഡ് ദ ഇസഡ് ട്രാൻസ്ഫോം ആൻഡ് ആർ ഒ സി ഓഫ് ദ ഫോളോയിങ് സിഗ്നൽസ്. സോ നമ്മൾ ഇസഡ് ട്രാൻസ്ഫോം എന്താണ്, ആർ ഒ സി എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചിരുന്നു. സോ അത് യൂസ് ചെയ്തിട്ട് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ പോവാണ്. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എൻ യു ഓഫ് എൻ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എൻ യു ഓഫ് എൻ. ഇതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ആർ ഒ സി നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. സോ എക്സ് ഓഫ് ഇസഡ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് എൻ. ഇവിടെ നമ്മൾ എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എ റേസ് ടു എൻ യു ഓഫ് എൻ ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് എൻ. യു ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നൽ നമ്മൾ എലമെൻ്ററി സിഗ്നൽസിനകത്ത് പഠിച്ചതാണ്. യു ഓഫ് എൻ മീൻസ് 0, 1, 2 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ദ വാല്യൂ ഓഫ് യു ഓഫ് എൻ ഈസ് 1. സോ ഇതിൻ്റെ വാല്യൂ 1 ആണ്. സോ ഇങ്ങനൊരു സിഗ്നലിനെയാണ് നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ, ഡിസ്ക്രീറ്റ് ടൈം കേസിൽ ഇതാണ്. സോ 0 മുതൽ ഇൻഫിനിറ്റി വരെ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അങ്ങനെ പോകുന്നൊരു സിഗ്നലാണ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. സോ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ഓഫ് എന്നിന് നമുക്ക് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലിമിറ്റ് വിൽ ചേഞ്ച് ഫ്രം 0 ടു ഇൻഫിനിറ്റി. സോ 0 മുതൽ ഇൻഫിനിറ്റി വരെ ലോവർ ലിമിറ്റ് 0 ആവും. ദെൻ എ റേസ് ടു എൻ, യു ഓഫ് എന്നിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ദെൻ ഇസഡ് റേസ് ടു മൈനസ് എൻ. ദെൻ ഇവിടെ നമ്മൾ അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. 0 ടു ഇൻഫിനിറ്റി. ഇത് ഓൾ റേസ് ടു എൻ ഫോമിൽ എഴുതുമ്പോൾ എ ഇസഡ് റേസ് ടു മൈനസ് 1 ദ ഓൾ റേസ് ടു എൻ. സോ നമ്മൾ ഓൾ റേസ് ടു എൻ ഫോമിൽ എഴുതുന്നതിന് കാരണം നമുക്ക് ജി പി ജോമെട്രിക് പ്രോഗ്രഷൻ അതിൻ്റെ ഫോർമുലാസ് നമ്മൾ അറിയാവുന്നതാണ്. സോ അതായത് സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ റേസ് ടു എൻ ഈ ഫോമിൽ വരുന്നത്. അതായത് നമ്മളിത് 0 എക്ക് 0 കൊടുക്കുമ്പോൾ 1 എന്ന് കിട്ടും. 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ടേംസ് ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സമ്മേഷൻ വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, അതായത് 1/1 മൈനസ് കോമൺ റേഷ്യോ ഇവിടുത്തെ എ ആണ്. എ സ്ക്വയർ ബൈ എ അല്ലെങ്കിൽ എ ബൈ 1 നമുക്ക് കിട്ടുന്നത് എ ആണ്. സോ 1/1 മൈനസ് എ. ഇവിടെ നമുക്ക് ഒരു കാര്യം ഇവിടെ അറിഞ്ഞിരിക്കണം. ഈ എ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. ഫോർ എ ലെസ് ദാൻ 1 ഈ ഒരു എക്സ്പ്രഷൻ വാലിഡ് ആണ്. സോ ഈ ഓൾ റേസ് ടു എൻ, എനി നമ്പർ റേസ് ടു എൻ ഫോമിൽ സമ്മേഷൻ 0 മുതൽ ഇൻഫിനിറ്റി വരുന്ന കേസിൽ നമുക്ക് 1/1 മൈനസ് എന്ന് എഴുതാം. ഇത് n ടേംസ് ആണെങ്കിൽ, ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 0 ടു n ടേംസ് എ റേസ് ടു n ആണെങ്കിൽ ദ ഫോർമുല വിൽ ബി 1 മൈനസ് എ റേസ് ടു n പ്ലസ് 1/1 മൈനസ് എ. ഇതും ഇവിടുത്തെ കണ്ടീഷൻ പ്രൊവൈഡഡ് ഇത് എ ഷുഡ് ബി ലെസ് ദാൻ 1 ആയിരിക്കണം. ദെൻ ജി പി ഇക്വേഷൻ നമുക്ക് ഫോർ എ ഗ്രേറ്റർ ദാൻ 1 വരുന്ന കേസിലാണെങ്കിൽ നമുക്ക് സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു 0 ടു n ടേംസ് എ റേസ് ടു n എന്ന് പറയുന്നത് എ റേസ് ടു n പ്ലസ് 1 മൈനസ് 1/a മൈനസ് 1. സോ ഇവിടെ ഇൻഫിനിറ്റി ആണ്, ഇവിടെ n ടേംസ് ആണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഫോർമുലാസ് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്നത് ആ ഒരു ഫസ്റ്റ് ഇക്വേഷനാണ്. ഓൾ റേസ് ടു n 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. സോ ഇവിടെ നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം എന്താണ്? 0, എന്നിന് 0 കൊടുക്കുമ്പോൾ 1 പ്ലസ് എ ഇസഡ് റേസ് ടു, അടുത്ത 1 കൊടുക്കുമ്പോൾ എ ഇസഡ് റേസ് ടു മൈനസ് 1 പ്ലസ് എ ഇസഡ് റേസ് ടു മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. ദെൻ ഇതിൻ്റെ വാല്യൂ ഫസ്റ്റ് ടേം മൈനസ് കോമൺ റേഷ്യോ ഈസ് എ ഇസഡ് റേസ് ടു മൈനസ് 1. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ വാല്യൂ. ഈ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ വാല്യൂ നമ്മൾ ഈ ഒരു കണ്ടീഷൻ വാലിഡ് ആവുന്നത് എ ലെസ് ദാൻ 1 കണ്ടീഷനിലാണ്. സോ 1/1 മൈനസ് എന്ന് എഴുതുന്നത് ഈ ഒരു ടേം ലെസ് ദാൻ 1 ആണ്. അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ദാറ്റ് വാല്യൂ ഷുഡ് ബി മോഡ് എന്ന് എടുക്കാം. മോഡുലസ് ഓഫ് ദാറ്റ് വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 1. ഇവിടെ നമുക്ക് പറയാം മോഡ് എ ലെസ് ദാൻ 1, മോഡ് എ greater than 1. So
ഇവിടെ നമുക്ക് പറയാം this equation is valid only when so this is the z transform value x of z ന്റെ വാല്യൂ നമ്മൾ കിട്ടി. then ഇവിടെ നമുക്ക് ROC ഡിറ്റർമിൻ ചെയ്യാം. അതായത് this value ഈ ഇക്വേഷൻ വാലിഡ് ആവുന്നത് മോഡുലസ് ഓഫ് az raised to -1 less than 1. so ഇവിടെ നിന്ന് നമുക്ക് mod a by mod z less than 1 എന്ന് എഴുതാം. so which implies mod z greater than a or mod a. mod z greater than mod a. ഇതിനെയാണ് നമ്മൾ ROC എന്ന് പറയുന്നത്. സോ നമുക്ക് ROC കിട്ടി. mod z greater than a. എക്സ് ഓഫ് ഇസഡിൻ്റെ വാല്യൂവും ROC നമ്മൾ ഈ രീതിയിൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ദെൻ ഈ ROC ഒന്ന് പ്ലോട്ട് ചെയ്യണം. പ്ലോട്ട് ചെയ്യുന്നത് ഇസഡ് പ്ലെയിനിലാണ്. സോ ദിസ് ഈസ് ദ ഇസഡ് പ്ലെയിൻ. ദിസ് ഈസ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ആൻഡ് ദിസ് ഈസ് റിയൽ പാർട്ട് ഓഫ് ഇസഡ്. സോ ഇവിടെ നമ്മൾ എ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. എ റേഡിയസ് ഉള്ളൊരു സർക്കിൾ വരച്ചു. എ റേഡിയസ് ഉള്ളൊരു സർക്കിൾ, കാരണം ഇവിടുത്തെ പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. പോൾ നോക്കുവാണെങ്കിൽ എ ആണ്. സോ എ റേഡിയസ് ഉള്ളൊരു സർക്കിൾ വരച്ചിരുന്നു. ദെൻ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ മീൻസ് ഈ എക്ക് എ റേഡിയസ് ഉള്ള സർക്കിളിന് പുറത്തേക്കുള്ള ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ. സോ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ മീൻസ് ദ ഔട്ടർ പോർഷൻ ഓഫ് ദ സർക്കിൾ. സോ ദിസ് പോർഷൻ ഈസ് ദ ROC. സോ നമ്മൾ ROC മാർക്ക് ചെയ്തു. സോ ദിസ് ഈസ് ദ ലൊക്കേഷൻ ഓഫ് ROC. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ് ഓഫ് ഇസഡും ROC നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ദെൻ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എ എന്ന് പറയുന്നൊരു ടേം ആണ്. a raised to n u of n വന്നു കഴിഞ്ഞാൽ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ, ഇതാണ് നമുക്ക് ROC ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ദെൻ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x of n is equal to minus a raised to n u of minus n minus 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്ക് എക്സ് ഓഫ് ഇസഡിൻ്റെ ഇക്വേഷൻ എഴുതാം. സമ്മേഷൻ n is equal to minus infinity to infinity x of n into z raised to minus n then u of minus n minus 1. സോ ഇത് ഓക്കെ, നമ്മൾ എക്സ് ഓഫ് എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. n is equal to minus infinity to infinity minus a raised to n u of minus n minus 1 into z raised to minus n. സോ നമ്മൾ ഈ u of minus n minus 1 ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. കാരണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. പക്ഷേ നമുക്കിവിടെ ലിമിറ്റ്, നേരത്തെ u of n ആയിരുന്നു നേരത്തെ പ്രോബ്ലത്തിൽ, ഇവിടെ u of minus n minus 1 ആണ്. സോ u of n നമുക്ക് വരയ്ക്കാൻ അറിയാം. ഇതാണ് u of n. സോ ദിസ് ഇസ് u of n. ഇത് 1 ആയിരിക്കും. ഫ്രം 0 to 0, 1, 2 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ദെൻ u of minus n മീൻസ് ഇതിൻ്റെ മിറർ ഇമേജ് ആണ് u of minus n. സോ 0, -1, -2 എക്സെട്ര, അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ ദിസ് ഈസ് u of minus n. u of minus n minus 1 എന്ന് പറയുന്നത് u of minus n-നെ 1 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് വരയ്ക്കുക. സോ -1, 0 എന്നുള്ളത് -1-ൽ പോവും. ദെൻ -2, -3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. സോ ഇതെല്ലാം അപ് ടു -ഇൻഫിനിറ്റി. സോ ഇതിൻ്റെ വാല്യൂ 1 ആണ്. സോ ദിസ് ഈസ് u of minus n minus 1. സോ നമ്മൾ നോക്കുവാണെങ്കിൽ u of minus n minus 1-ൻ്റെ വാല്യൂ 1 ആണ് ഫ്രം -ഇൻഫിനിറ്റി ടു, സോ ഇത് -ഇൻഫിനിറ്റി ആണ്, -ഇൻഫിനിറ്റി മുതൽ -1 വരെ അതിൻ്റെ വാല്യൂ 1 ആണ്. സോ വി ക്യാൻ റൈറ്റ് സമ്മേഷൻ n is equal to -ഇൻഫിനിറ്റി ടു -1 minus a raised to n u of minus n minus 1. സോ u of minus n minus 1 എന്ന് പറയുന്നത് നമ്മൾ ലിമിറ്റ് മാറ്റി അതിന് മാഗ്നിറ്റ്യൂഡ് 1 എന്നും കൊടുക്കാം ഇൻറ്റു ഇസഡ് റേഷ്യോ. സോ ഇത് 1 ആയി, ലിമിറ്റ് -ഇൻഫിനിറ്റി ടു -1 ആയിട്ട് ചേഞ്ച് ആയി. ദെൻ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ലിമിറ്റ് -ഇൻഫിനിറ്റി ടു -1-നെ, സോ നമ്മൾ ലിമിറ്റ് നോക്കുവാണെങ്കിൽ -ഇൻഫിനിറ്റി ടു -1, ഇതിനെ നമുക്ക് 1 to ഇൻഫിനിറ്റിയിലേക്ക് മാറ്റാം. സോ -ഇൻഫിനിറ്റി ടു, സോ ദിസ് ലിമിറ്റ് -ഇൻഫിനിറ്റി ടു -1 ഈസ് ചേഞ്ച് ടു 1 to ഇൻഫിനിറ്റി. അത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്
എന്നിനെ റിവേഴ്സ് ചെയ്താൽ മതി. എന്നിൻ്റെ നെഗറ്റീവ് ലിമിറ്റ് എന്നിൻ്റെ പോസിറ്റീവ് ആക്കുന്നു. സോ നമ്മളിതിനെ n ഈസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ആക്കുന്നു. ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. സോ ഒരു മൈനസ് ഉണ്ട് ഇവിടെ. ഈ a റേസ് ടു എന്നിനെ ഞാൻ a റേസ് ടു മൈനസ് n എന്നാക്കും. z റേസ് ടു മൈനസ് എന്നിനെ റിവേഴ്സ് ചെയ്യുവാണ്. ശരിക്കും ലിമിറ്റ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നിനെ റിവേഴ്സ് ചെയ്യുകയാണ്. സോ z റേസ് ടു n. സോ ഇതിനെ ഇനി നമുക്ക് ഓൾ റേസ് ടു n ഫോമിലാക്കാം. സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മൈനസ് ഓഫ് a റേസ് ടു മൈനസ് 1 z ദ ഓൾ റേസ് ടു n. സോ ഈ ഫോമിലായി. പക്ഷേ ഇത് നമുക്ക് 0 to ഇൻഫിനിറ്റി ഫോമിലല്ല. സോ നമുക്ക് എന്നിന് 1 കൊടുത്ത് നോക്കാം. മൈനസ് ഓഫ് n ഈസ് ഈക്വൽ ടു 1 a റേസ് ടു മൈനസ് 1 z പ്ലസ് n ഈസ് ഈക്വൽ ടു 2 a റേസ് ടു മൈനസ് 1 z ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് മൈനസ് ഓഫ് ഫസ്റ്റ് ടേം ഇനി കോമൺ ആക്കി എടുക്കുകയാണ്. a റേസ് ടു മൈനസ് 1 z ഇൻറ്റു 1 പ്ലസ് a റേസ് ടു മൈനസ് 1 z ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഹോൾ സ്ക്വയർ അല്ല, ഒരു a റേസ് ടു മൈനസ് 1 എടുത്തു കഴിഞ്ഞാൽ ഇത് 1 വരും. then plus etc up to infinity and this will become minus a raised to minus 1 z into ഇതെന്ന് പറഞ്ഞാൽ 0 to ഇൻഫിനിറ്റിയുടെ ഇക്വേഷൻ തന്നെയാണ്. that is equal to 1 by 1 minus a raised to minus 1 z. സോ നമുക്ക് z ട്രാൻസ്ഫോമിൻ്റെ വാല്യൂ കിട്ടി. ഈ ഒരു z ട്രാൻസ്ഫോമിൻ്റെ വാല്യൂ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടുന്ന് തന്നെ ROC എഴുതാം. ഇത് നമ്മൾ ഇക്വേഷൻ എഴുതിയത് 1 by 1 minus a raised to minus 1 z. ഇവിടെ നിന്ന് നമുക്ക് ROCയുടെ കണ്ടീഷൻ, ആ GP വെച്ചിട്ടുള്ള കണ്ടീഷൻ, അതായത് ഇതിൻ്റെ മോഡുലസ് വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ദാറ്റ് ഈസ് a raised to minus 1 z ലെസ് ദാൻ 1 അല്ലെങ്കിൽ മോഡ് z by mod a less than 1. a raised to minus 1 എന്ന് വെച്ചാൽ 1 by a ആണ്. or we can write mod z less than mod a. ഇതാണ് നമ്മുടെ ROC. സോ ROC നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. അത് പ്ലോട്ട് ചെയ്യുകയാണ്. പ്ലോട്ട് ചെയ്യുമ്പോൾ a റേഡിയസ് ഉള്ളൊരു സർക്കിൾ വരച്ചു, കാരണം a പോളാണ്. then mod z less than a means the inner circle. less than a means സോ ഒരു സർക്കിൾ വെച്ചിട്ടാണ് നമ്മൾ ഇമാജിനറി ആ ഒരു കോംപ്ലക്സ് പ്ലെയിൻ വരയ്ക്കുന്നത്. ദെൻ റിയൽ പാർട്ട് ഓഫ് z ആൻഡ് ദിസ് ഈസ് ദ z പ്ലെയിൻ. ഈ z പ്ലെയിനിലാണ് നമ്മളത് പ്ലോട്ട് ചെയ്ത് കാണിക്കേണ്ടത്. സോ ഇതാണ് നമ്മുടെ ആൻസർ. നമുക്കിനി മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. x of n is equal to 1 by 2 the whole raised to n u of n plus 2 raised to n u of n. സോ ഇതാണ് ക്വസ്റ്റ്യൻ. സോ എക്സ് ഓഫ് ഇസഡിന് ഇക്വേഷൻ എഴുതി. സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ഇസഡ് റൈസ് ടു മൈനസ് എൻ. സോ സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എന്നിന് പകരം നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 by 2 the whole raised to n u of n plus 2 raised to n u of n the whole into z raised to minus n. ദെൻ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുവാണെങ്കിൽ സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 1 by 2 the whole raised to n u of n into z raised to minus n plus summation n is equal to minus infinity to infinity 2 raised to n u of n z raised to minus n. സോ നമ്മൾ a raised to n u of n ൻ്റെ z ട്രാൻസ്ഫോം ഓൾറെഡി ചെയ്തതാണ്. സോ ഇവിടെ u of n ന് പകരം 0 കൊടുക്കാം. 0 to infinity. So 1 by 2 the whole raised to n z raised to minus n plus summation n is equal to again u of n ആണ് 0 to infinity 2 raised to n z raised to minus n. So this can be written as summation n is equal to 0 to infinity 1 by 2 z raised to minus 1 the whole raised to n ഫോമിൽ ആക്കുക plus summation n is equal to 0 to infinity 2z raised to minus 1 the whole raised to n. So ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുവാണെങ്കിൽ this can be written as ഇത് all raised to n ഫോമിലാണ് 0 to infinity ആണ്. So 1 by 1 minus a that is 1 by 2 z raised to minus 1 plus ഇവിടെ നമ്മൾ അതുപോലെ എഴുതുവാണെങ്കിൽ 1 by 1 minus 2 z raised to minus 1 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് രണ്ട് എക്സ് ഓഫ് z ടേംസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്.
സോ എക്സ് ഓഫ് ഇസഡ് കിട്ടി. ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമുക്ക് ആ ഒരു ആർ ഒ സി ഇതിൻ്റെ കണ്ടീഷൻ എഴുതുമ്പോൾ നമുക്ക് എഴുതാം മോഡ് 2 ഇസഡ് റേസ് ടു മൈനസ് 1 ലെസ് ദാൻ 1 എന്ന് എഴുതാം. ഇതിൻ്റെ കണ്ടീഷൻ എഴുതുമ്പോൾ മോഡുലസ് ഓഫ് 2 ഇസഡ് റേസ് ടു മൈനസ് 1 ലെസ് ദാൻ 1 എന്ന് എഴുതാം. ദെൻ നമ്മുടെ ഇവിടുത്തെ എ എന്ന് പറയുന്ന ടേം 1/2 ആണ്. സോ ഈ രീതിയിൽ എഴുതുവാണെങ്കിൽ ഇതിനകത്തുനിന്ന് മോഡ് 1/2 ഇൻറ്റു മോഡ്, സോ ഇങ്ങനെ എഴുതാം, മോഡ് ഓഫ് 1/2 ഇസഡ് ലെസ് ദാൻ 1. സോ ഈ മോഡ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1/2 എന്ന് പറയാം. ഇവിടുന്ന് പറയുവാണെങ്കിൽ മോഡ് 2 ബൈ മോഡ് ഇസഡ് ലെസ് ദാൻ 1 ഓർ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ മോഡ് 2. സോ നമുക്ക് രണ്ട് ആർ ഒ സീസ് കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് ആർ ഒ സീസ് വെച്ചിട്ട് നമുക്ക് ആ കോമൺ ആർ ഒ സി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഫസ്റ്റ് ആർ ഒ സി എന്ന് പറയുന്നത് ഇതാണ്. സോ മോഡ് ഇസഡ്, സോ രണ്ട് സർക്കിളുണ്ട്, 1/2 2 വെച്ചിട്ടുള്ള രണ്ട് സർക്കിൾസ് ഉണ്ട്. ഒന്ന് 1/2 ദെൻ 2, 1/2 2 റേഡിയസ് ഉള്ള രണ്ട് സർക്കിൾസ് വരച്ചു ആർ ഒ സീസ് വരയ്ക്കാൻ. ഫസ്റ്റ് കണ്ടീഷൻ നോക്കുവാണെങ്കിൽ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1/2 ഈ റീജിയനാണ് മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1/2. ദെൻ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീജിയനാണ്. സോ നമുക്ക് വേറൊരു, സോ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 2 ഞാൻ മാർക്ക് ചെയ്യുവാണെങ്കിൽ ഈ റീജിയനാണ് മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 2. സോ ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആ ഒരു റീജിയനാണ് നമ്മുടെ ആർ ഒ സി. മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 2, മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1/2. സോ ഇത് 2 ആണ്, 2 1/2. സോ ഇത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് പറയാം മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 2 ആണ്. സോ ഫൈനൽ ആർ ഒ സി വിൽ ബി മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ മോഡ് 2. ഇതാണ് നമ്മുടെ ആർ ഒ സി ക്വസ്റ്റ്യനകത്ത്. അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം കോമൺ പോർഷൻ. സോ ഇതാണ് നമ്മുടെ ആർ ഒ സി, മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 2 ആണ് നമ്മുടെ ആർ ഒ സി. വിത്ത് ഇസഡ് ട്രാൻസ്ഫോം വാല്യൂ ഇതായിരിക്കും. ഇസഡ് ട്രാൻസ്ഫോം വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും. സോ എക്സ് ഓഫ് ഇസഡ് ഇതാണ്, വിത്ത് ആർ ഒ സി മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 2. ഈ രീതിയിലാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ദെൻ നമുക്ക് ഇതേപോലെ ഒരു പ്രോബ്ലവും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് എക്സ് ഓഫ് n ഈസ് ഈക്വൽ ടു -1/2 the whole raised to n u of minus n minus 1 plus 2 raised to n u of minus n minus 1. So x of z എഴുതി, x of z is equal to summation n is equal to minus infinity to infinity. x of n വാല്യൂ ഉണ്ട്, -1/2 the whole raised to n u of minus n minus 1 into z raised to minus n. സോ ഞാനത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണ്. പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 2 റേസ് ടു n ഇൻറ്റു യു ഓഫ് മൈനസ് n മൈനസ് 1 ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് n. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് യു ഓഫ് മൈനസ് n മൈനസ് 1 നമ്മൾ വരച്ചിരുന്നു. അതായത് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1 മൈനസ് ഓഫ് 1/2 the whole raised to n z raised to minus n plus summation n is equal to minus infinity to minus 1 2 raised to n z raised to minus n. Then നമ്മൾ ഇതിനെ 1 to infinity ആക്കാം. n is equal to 1 to infinity minus of 1/2 the whole raised to minus n into z raised to n plus summation n is equal to 1 to infinity 2 raised to minus n z raised to n. Then ഇതിനെ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ ഇതിനെ നമുക്ക് നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ടേം കോമൺ ആക്കി നമുക്ക് ചെയ്യാം. നേരത്തെ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. സോ ഇവിടുന്ന് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ ഒരു മൈനസ് കോമൺ ആയിട്ട് വരും. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/2. സോ
ഇതിനെ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to infinity മൈനസ് ഓഫ് 1/2 the all raised to -1, അതായത് 2. ഇതിനെ 2 എന്ന് എഴുതാം, ഇതിനെ z എന്ന് എഴുതാം, all raised to n. ഇത് 2z raised to n ആണ്. പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to infinity, ഇതിനെ 2 raised to -1, അതായത് 1/2 z the all raised to n എന്നും നമുക്ക് ഇതിനെ എഴുതാം. സോ ഈ രീതിയിൽ നമ്മളതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ദെൻ ഇതിൻ്റെ ആൻസർ നമുക്കറിയാവുന്നതാണ്. സോ then this is equal to, the first term will be 1 by ഇതിൻ്റെ ഫസ്റ്റ് ടേം ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക, 1 2 വാല്യൂസ് കൊടുക്കുക, ഇൻ 1 2 കൊടുക്കുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഫസ്റ്റ് ടേമിനെ ഇനി കോമൺ ആക്കി എടുക്കാം, അതായത് 2z ഇൻറ്റു 1/1 മൈനസ് 2z. ഈ ഫോമിൽ നമുക്കിതിനെ എഴുതാവുന്നതാണ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വാല്യൂ. പ്ലസ് ഇവിടുന്ന് 1/2z നമ്മൾ എടുക്കുകയാണെങ്കിൽ 1/2 ഇൻറ്റു z, 1/2 ഇൻറ്റു z ഇൻറ്റു 1/1 മൈനസ് 1/2 ഇൻറ്റു z എന്ന് ഇതിനെയും എഴുതാം. സോ 1/2 ഇൻറ്റു z ബൈ 1 മൈനസ്. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഇവിടെ നമുക്ക് ഫസ്റ്റ് കേസിൽ നിന്ന് നമുക്ക് മോഡുലസ് ഓഫ് 2z ലെസ് ദാൻ 1. സോ z ട്രാൻസ്ഫോം കിട്ടി. മോഡുലസ് ഓഫ് 2z ലെസ് ദാൻ 1 ഇവിടുന്ന് നമുക്ക് എഴുതാം മോഡുലസ് ഓഫ് 1/2 ഇൻറ്റു z ലെസ് ദാൻ 1 എന്ന് എഴുതാം. സോ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/2 ദ ഹോൾ റേസ്ഡ് ടു, ഇവിടുത്തെ a എന്ന് പറയുന്ന ഫംഗ്ഷൻ 1/2 ആണ്. ഇപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ മോഡ് z ലെസ് ദാൻ, ഈ ഒരു 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 1/2 ആവും. മോഡ് z ലെസ് ദാൻ 1/2. ഇവിടുന്ന് നമുക്ക് മോഡ് z ലെസ് ദാൻ 2 എന്നുള്ള കണ്ടീഷന് കിട്ടും. സോ നമുക്ക് 2 ROCs കിട്ടി. സോ ഇവിടെ നിന്ന് നമുക്ക് ഫൈനൽ ROC എഴുതാൻ പറ്റും. സോ ഫൈനൽ ROC മീൻസ്, അത് വരച്ച് നോക്കുക, മോഡ് z ലെസ് ദാൻ 1/2, ലെസ് ദാൻ 1/2 എന്ന് പറയുന്നത് ഈ റീജിയനാണ്. മോഡ് z ഗ്രേറ്റർ ദാൻ 2, മോഡ് z ലെസ് ദാൻ 2, മോഡ് z ലെസ് ദാൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് ഈ റീജിയനുമാണ്. സോ ഈ റീജിയനുമാണ്. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്, മോഡ് z ലെസ് ദാൻ 1/2 ആണ്. സോ വി ക്യാൻ റൈറ്റ് ROC is the common portion. ROC എന്ന് പറയുന്നത് മോഡ് z ലെസ് ദാൻ 2 ആയിരിക്കും. ഇതിൻ്റെ ROC എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത്, മോഡുലസ് ലെസ് ദാൻ 1/2. സോ ഇതായിരിക്കും നമ്മുടെ ROC. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന പോർഷൻ 1/2 ആണ്. സോ മോഡ് z ലെസ് ദാൻ 1/2. ഇത് നമ്മൾ വരച്ച് കാണിക്കണം, ഇതിൻ്റെ ആൻസർ വരച്ച് കാണിക്കണം. സോ ദിസ് ഇസ് ദ ROC 1/2 ആൻഡ് 2 റേഡിയസ് ഉള്ള ആ ഒരു സർക്കിളൂടെ വരയ്ക്കുക. ആൻഡ് ദെൻ ROC ഈസ് ദിസ് വൺ. ദിസ് ഈസ് ഇമാജിനറി പാർട്ട് ഓഫ് z and this is the real part of z plane. സോ ഇത് പ്ലോട്ട് ചെയ്ത് കാണിക്കുക. ഇതാണ് നമ്മുടെ ROC. ദെൻ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിലും അത് പ്ലോട്ട് ചെയ്ത് കാണിക്കണം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ROC എന്ന് പറയുന്നത്. സോ ROC ഈസ് അവിടെ 1/2 2 റേഡിയസ് ഉള്ള സർക്കിളാണ്. സോ 1/2 ആൻഡ് 2 റേഡിയസ് and ROC is mod z greater than 2. So this is the ROC. Shaded portion. So this is imaginary part of z and this is the real part of z and this is the z plane. So this is the final ROC. So 1/2 radius ulla circle then 2 റേഡിയസ് ഉള്ള
സർക്കിളും വെച്ചിട്ട് നമ്മൾ ROC mod is greater than 2. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ കോമ്പിനേഷൻസ് വരുന്ന പ്രോബ്ലംസും എക്സാമിന് ചോദിക്കാം. ദെൻ നമുക്കിനി പഠിക്കാനുള്ളത് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, ദെൻ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം ഉണ്ട്. ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസാണ് കൂടുതലും വരുന്നത്. ഈ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യണം, നമ്മൾ പഠിക്കണം. ഓക്കെ, താങ്ക് യു.